ഇപ്പോൾ നമ്മുടെ പേളിമാണിയാണ് എയറിലല്ലേ. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ജയറാമേട്ടനായിരുന്നു. ഇപ്പോൾ ജയറാമേട്ടനെ മാറ്റി ആ സ്ഥാനത്തേക്ക് പേളിമാണി കയറിയിട്ടുണ്ട്. ജന്തർ മന്ദിറിൽ സമരം നടത്തുന്ന കുട്ടികളെ കുറിച്ചിട്ട് ഇവർ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ ഒരു 3 ലക്ഷം പേരെങ്ങാണ്ടാണ് പേളിയെ അൺഫോളോ ചെയ്ത് പോയിരിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമരത്തെ വളരെ ലാഘവത്തോടുകൂടി, കാരണം ഇവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയെന്നുള്ളതാണ്. ഈ അവിടെ ഇവിടെയും ചവിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, 2 വള്ളത്തിലും ചവിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു തട്ടുകേടില്ലാത്ത രീതിയിൽ നൈസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനത്തിന്റെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ 3-3.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ അൺഫോളോ ചെയ്ത് പോകുന്ന ഒരു കാഴ്ച ഉണ്ടായത്. ഈ ഒരു സമരത്തെ വെറും ലാഘവത്തോടുകൂടി ഇവർ ഇട്ടിരിക്കുന്ന ഒരു പ്രസ്താവന, മക്കളെ നിങ്ങളുടെ സമരമൊക്കെ ഞാൻ കണ്ടു, നിങ്ങളെ ഐക്യം ഒക്കെ നന്നായിരുന്നു, നിങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ അടി മേടിക്കാതെ നിങ്ങൾ വീട്ടിൽ പൊക്കൂടെ എന്നൊക്കെ വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്താവന ഇതാണ് കേരളത്തിലെ ജനങ്ങളെ ശരിക്കും ചൊടിപ്പിച്ചത്. കാരണം 10-24 കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു സംഭവം, ഇനി ഒരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം, ഭാവി തലമുറകൾ അത്തരത്തിലൊരു സമരം നടത്തുമ്പോൾ അതിനെ ഇങ്ങനെ ചിത്രീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എന്താണെന്നുള്ള അറിയാലോ. എനിക്കിതിനകത്ത് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷ് വർക്കി കൊടുത്തൊരു ഒരു കമന്റാണ് കേട്ടോ. അതായത് നമ്മുടെ മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ സിബി മലയിലിനെ കുറിച്ചിട്ട് ഇവർ പ്രസ്താവന നടത്തിയായിരുന്നു. അത് സിബി മലയിൽ സാറിന്റെ സിനിമകളൊന്നും ഇവൾ കാണാത്തത് കൊണ്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവളുടെ ആ ഉള്ളിലിരിപ്പ് കൊണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു മറുപടി മാസമായിരുന്നു കേട്ടോ. വയറിളക്കം പിടിച്ചാൽ തൂർന്നത് കണ്ടന്റ് ആക്കി വിടുന്ന പേളിമാണിക്ക് എങ്ങനെ തനിയാവർത്തനവും കിരീടവും ഒക്കെ ചെയ്ത സിബി മലയിലിന്റെ മഹത്വം മനസ്സിലാവും. ചെയ്തിട്ടുള്ള സിനിമകൾ തനിയാവർത്തനം, കിരീടം, സമ്മറിൻ ബത്ലഹേം, അങ്ങനെ എണ്ണിപ്പറയാവുന്ന ഹിറ്റുകളുടെ ഒരു ഡയറക്ടറായിട്ടുള്ള സിബി മലയിലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പ്രസ്താവന പേളിമാണി നടത്തിയത് കേട്ടോ. പക്ഷെ സിബി മലയിലിന്റെ മകൻ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, നല്ല മാസ് മറുപടിയായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ ഭീരുവായിട്ടല്ല എന്നെ വളർത്തിയത്, നല്ല ആൺകുട്ടിയായിട്ടാണ് വളർത്തിയെന്നുള്ള മറുപടി സിബി മലയിലിന്റെ മകനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു കിടുക്കാച്ചി ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കത് കണ്ടുപോകാം. സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേളിമാണി വിളിച്ച സംഭവത്തിൽ മറുപടിയുമായി സിബി മലയിലിന്റെ മകൻ ജോ സിബി മലയിൽ. എന്റെ അച്ഛൻ പരാജയപ്പെട്ട ഒരു സിനിമാക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ചാലും നട്ടലില്ലാത്ത മകനെ അദ്ദേഹം വളർത്തിയിട്ടില്ല എന്നും പേളിക്ക് മറുപടി നൽകി. നിങ്ങളുടെ അച്ഛൻ ഒരു ഭീരുവിനെയാണ് വളർത്തിയതെന്നും പേർലിയെ ആക്ഷേപിച്ചായിരുന്നു ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിച്ചത്. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാടാ. വിവാദങ്ങൾക്ക് പിന്നാലെ പേളിമാണി പോസ്റ്റ് നീക്കം ചെയ്തു. ഒരു വെള്ളക്കടലാസിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എഴുതി ഒപ്പിട്ടില്ല സാർ. എന്തായാലും ഈ സംഘിസം മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാറുണ്ടല്ലോ സാധാരണ ഓരോരുത്തരുടെ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും. അതിൽപ്പെട്ട ഒരു ഇനമായി പേളിമാണി മാറിയിരിക്കുന്നുള്ള മലയാളത്തിന്റെ ദ മോസ്റ്റ് ഡയറക്ടറായിട്ടുള്ള സിബി മലയിൽ സാർ പരാജയ സംവിധായകനാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലോ സത്യത്തിൽ എത്രത്തോളം ഉണ്ട് ഇവളുടെ ഒരു വിവരം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. എന്തായാലും പിള്ളേർ എടുത്തിട്ട് അങ്ങ് പൊളിച്ചോണ്ടിരിക്കുകയാണ്. അവളുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടുന്നവരെല്ലാം ഇവളങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളങ്ങ് തീരുമാനിച്ചു ഇവളെ മൊത്തത്തിലായിട്ട് നമുക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്യാന്ന്. എന്തായാലും ഈ ജനങ്ങൾ കൊടുത്തിട്ടുള്ള പദവിയാണ് കേട്ടോ ഈ സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്നത്. ഒക്കെ വളർത്തിയത് ഇവിടുത്തെ ജനങ്ങളാണെന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ വലിച്ച് താഴെ ഇടാനും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഒരു വിദ്യാർത്ഥി സമരത്തെ ഇത്ര ലാഘവത്തോടുകൂടിയുള്ള പരാമർശങ്ങൾ നടത്തുക, ഒരു സംവിധായകനെതിരെ, അതും പോപ്പുലറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഹിറ്റുകൾ സിനിമ ചെയ്തിട്ടുള്ള ഒരു സംവിധായകനെതിരെയൊക്കെ പറയാൻ നിനക്കെന്ത് യോഗ്യതയാണുള്ളത്? നീ അതിനൊന്നും ആയിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ചാണകം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിടിച്ചാൽ കിട്ടത്തില്ലോ. ചേച്ചി എന്തായാലും വേറിലാണ്. ഇനി നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.